നെടുമ്പാശ്ശേരി നായത്തോടിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. സിഐഎസ്എഫ് കോൺസ്റ്റബിൾ മോഹൻകുമാർ, എസ്ഐ വിനയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം. തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഐവിനും സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരും വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ ഐവിനെ ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കാറിന്റെ ബോണറ്റിൽ പിടിച്ചു നിന്ന ഐവിനെ ഏകദേശം 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്തം വാർന്ന നിലയിൽ ഐവിനെ കണ്ടെത്തുകയായിരുന്നു. ഐവിനെ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ പഴുതടച്ച അന്വേഷണം വേണമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും MLA പറഞ്ഞു. കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടി ഉണ്ടാവണം. ഐവിനെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ മദ്യമോ മറ്റ് ലഹരിയോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി കാറിൽ പരിശോധന നടത്തി. ദൂരദർശൻ ന്യൂസ്, കൊച്ചി.